2025 ഏപ്രിൽ 27 അതായത് നാളെ ലോകമെമ്പാടും പ്രതീക്ഷയുടെയും വിശുദ്ധിയുടെയും കാത്തിരുന്ന ഒരു ദിനമാണ്. അതായത് ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധനെന്ന് അറിയപ്പെട്ട കൗമാരക്കാരുടെ മധ്യസ്ഥനാണെന്ന് പരക്കെ അറിയപ്പെട്ട വിശുദ്ധ കാർലോ അക്യൂട്ടീസിൻ്റെ വിശുദ്ധ നാമപ്രഖ്യാപനം, വിശുദ്ധനായിട്ടുള്ള നാമകരണ പ്രഖ്യാപനം നാളെ നടത്താനായിട്ട് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ നമുക്കറിയാം, ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പാപ്പായുടെ വിയോഗം മൂലം വിശുദ്ധ കാർലോ അക്യൂട്ടീസിൻ്റെ കാനണൈസേഷൻ, വിശുദ്ധ പദവിയിലേക്കുള്ള ആ സ്ഥാനാരോഹണ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ കാർലോ അക്യൂട്ടീസ് 1991 മെയ് മാസം 3 ലണ്ടനിലാണ് ജനിച്ചത്. പിന്നീട് മാതാപിതാക്കളോടൊപ്പം ഇറ്റലിയിലേക്ക് കുടിയേറി പാർത്തു. ഇറ്റലിയിൽ ആണ് കുട്ടിക്കാലവും മരണം വരെയും വിശുദ്ധ കാർലോ അക്യൂട്ടീസ് കഴിച്ചു കൂട്ടിയത്. അവൻ്റെ അമ്മ പറയുന്നത് പോലെ അവൻ കുഞ്ഞുനാളിൽ 5 മാസം പ്രായമുള്ളപ്പോൾ തന്നെ സംസാരിക്കാൻ ആരംഭിച്ചു. അതും ഈശോയുടെ പേരാണ് സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈശോയോട് അത്യധികമായൊരു അഗാധമായൊരു സ്നേഹവും ബന്ധവും അവന് ദൈവം തന്നെ കൊടുത്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവൻ്റെ അമ്മ അത്ര മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല. അവൻ്റെ അമ്മ തന്നെ പറയുന്നത് പോലെ അമ്മ പള്ളിയിൽ 2-3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതായത് മാമോദീസ സമയത്തും കുർബാന സ്വീകരിക്കാൻ നേരത്തും പിന്നീട് കല്യാണ ദിവസവും ഒക്കെയാണ് പോയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാർലോ അക്യൂട്ടീസിൻ്റെ ജനനം ആ അമ്മയുടെ ജീവിതത്തെ ആത്മത്വം മാറ്റിമറിച്ചു. കാരണം വളരെ കുഞ്ഞുനാളിൽ തന്നെ 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവൻ പള്ളിയിൽ പോവുക വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അവന്. 7-ാമത്തെ വയസ്സിൽ അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതിനുശേഷം ഒരു ദിവസം പോലും അവൻ ദൈവബലി മുടക്കിയിട്ടില്ല എന്നാണ് പറയുക. ദിവസവും അവൻ ദൈവബലിയിൽ പങ്കെടുത്തിരുന്നു, അതുപോലെ തന്നെ ആരാധനയിലും പങ്കെടുത്തിരുന്നു. ഹോളി യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് എന്നവൻ എങ്ങനെയോ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ വിശ്വാസ ജീവിതം കണ്ടിട്ടാണ് അവൻ്റെ വീട്ടുകാരും സ്വന്തക്കാരും ബന്ധക്കാരും എന്തിനേറെ അവൻ്റെ കുടുംബത്തിലെ സഹായിയായിട്ട് വേലക്കാരനായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തി പോലും മാമോദീസ സ്വീകരിക്കുകയുണ്ടായി. കുഞ്ഞുത്താണിൽ തന്നെ ഈശോയോടുള്ള പ്രത്യേക ഒരു സ്നേഹം, വിശുദ്ധ കുർബാനയുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തി, ഇതെല്ലാം അവനിൽ മുന്നിട്ട് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ തെരുവ് വീതികളിലെ പാവങ്ങളെ സഹായിക്കുന്നതിനും അവർക്ക് കമ്പിളി പുതപ്പ്, ഭക്ഷണം ഇവയെല്ലാം എത്തിക്കുന്നതിലും ചെറുപ്പത്തിൽ തന്നെ അവൻ താല്പര്യം കാണിച്ചിരുന്നു. അവൻ പറയാറുണ്ടായിരുന്നു അവൻ്റെ അമ്മയോട്, എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, എനിക്ക് വീടുണ്ട്, സ്വന്തമായിട്ട് സ്നേഹിക്കാൻ അപ്പനും അമ്മയുണ്ട്, എല്ലാവിധ സുഖസൗകര്യങ്ങളുമുണ്ട്. പക്ഷെ തെരുവിലെ പാവപ്പെട്ടവർക്ക് വീടില്ല, ഭക്ഷണമില്ല, ഉറങ്ങാൻ സ്ഥലമില്ല. അപ്പോൾ അവർക്കൊന്നുമില്ലാതിരിക്കെ എനിക്കെങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? അതേ അവൻ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാം ചെയ്തു. അങ്ങനെ വിശുദ്ധയുടെ പടവുകൾ ഒന്നൊന്നായിട്ടവൻ ചവിട്ടിക്കയറി. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊരു വെബ്സൈറ്റിനെ ഉണ്ടാക്കിയത് നമുക്കറിയാം. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് അവനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ എല്ലാവർക്കും വിശുദ്ധിയുടെ പാത തെളിയിച്ചു കൊടുത്തുകൊണ്ട്, വിശുദ്ധിയുടെ പ്രകാശം പരത്തിക്കൊണ്ട് അവൻ കേവലം 15 വയസ്സ് മാത്രം ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. രക്താർബുദം ബാധിച്ച് അതീവ വേദനയോടെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും അവൻ അമ്മയെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അമ്മ വിഷമിക്കണ്ട, ഞാൻ കുറേ കഴിയുമ്പോൾ ഞാൻ ബിയാട്ടിഫൈഡ് ആവും, ബ്ലെസ്ഡ് ആവും,
പിന്നെ ഞാൻ വിശുദ്ധനായി മാറും എന്നവൻ അമ്മയോട് മരണശേഷം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരുന്നു എന്നാണ് പറയുക. അമ്മയോട് വീണ്ടും പറഞ്ഞിരുന്നു. ഇവൻ ഒറ്റ മകനായിരുന്നല്ലോ. അമ്മയോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, വിഷമിക്കണ്ട, ഞാൻ സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് അമ്മയ്ക്ക് വീണ്ടും മക്കളെ തരും. അത്ഭുതമെന്ന് പറയട്ടെ, ഈ വിശുദ്ധനായിട്ടുള്ള കാർലോ അക്യൂട്ടസിന് പിന്നീട് 2 ഇരട്ട സഹോദരങ്ങൾ കൂടി പിറന്നു. അപ്പോൾ വിശുദ്ധിയുടെ പാത സ്വയം കണ്ടെത്തുകയും മറ്റുള്ളവർക്കായിട്ട് ആ പാത തെളിയിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും വിശുദ്ധിയിൽ മാത്രം ജീവിച്ച ആ കൊച്ചു പുണ്യവാളനെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നൂറ്റാണ്ടിൽ നമുക്കറിയാം, കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ യുവജനങ്ങളെയും കുട്ടികളെയും നരകത്തിലേക്കുള്ള വഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ അതേ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ചവൻ വിശുദ്ധിയിലേക്കുള്ള പാത വെട്ടിത്തെളിച്ചു. അങ്ങനെ കുട്ടികൾക്ക് ഒരു മാതൃകാ വിശുദ്ധനായി മാറി. അപ്പോൾ ഇന്നത്തെ യുവ തലമുറയുടെ മധ്യസ്ഥനായ ആ വിശുദ്ധ കാർലോ അക്യൂട്ടസിൻ്റെ വിശുദ്ധ നാമകരണ ചടങ്ങുകൾ എല്ലാം പൂർത്തിയായി. 2024 മെയ് മാസത്തിൽ തന്നെ മാർപ്പാപ്പ 2 അത്ഭുതങ്ങളും അംഗീകരിച്ചതാണ്. വിശുദ്ധ കാർലോ അക്യൂട്ടസിൻ്റെ പേരിൽ നടന്ന 2 അത്ഭുതങ്ങളും അംഗീകരിച്ചു. അങ്ങനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള തീയതി വരെ പ്രഖ്യാപിച്ചതാണ്. 2025 ഏപ്രിൽ മാസം 27-ാം തീയതി, 25-നും 27-നും ഇടയ്ക്ക്, 27-ാം തീയതി പ്രത്യേകിച്ച്. കാരണം ഈ യുവാക്കളുടെ കൗമാരക്കാരുടെ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ, അതായത് ഏപ്രിൽ 27-ാം തീയതി ഈ വിശുദ്ധൻ്റെ വിശുദ്ധനാമ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വത്തിക്കാൻ അറിയിച്ചതാണ്. പക്ഷെ നമുക്കറിയാം, മറ്റൊരു വിശുദ്ധനായ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ഈ വിശുദ്ധ നാമ പ്രഖ്യാപനത്തിന് തടസ്സമായിട്ടുണ്ട്. നമുക്കിനി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണം. അതിനുശേഷമേ ഈ വിശുദ്ധൻ്റെ നാമകരണ ചടങ്ങുകൾ പുനരാരംഭിക്കുകയുള്ളൂ. ചടങ്ങുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഫങ്ഷൻ, വിശുദ്ധനായിട്ടുള്ള നാമകരണം ചെയ്യപ്പെടുന്ന ആ ചടങ്ങ്, അല്ലെങ്കിൽ ആ ഡിക്ലറേഷൻ, ആ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ എല്ലാം മാതൃകയായ വിശുദ്ധിയുടെ വിളനിലമായ ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധനായ ആ കൊച്ചു വിശുദ്ധൻ വിശുദ്ധ കാർലോ അക്യൂട്ടസിനെ എത്രയും വേഗം അൾത്താരയിൽ വണങ്ങപ്പെടുവാനായിട്ട്, വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള അനുഗ്രഹവും കൃപയും ദൈവം ചൊരിയാൻ വേണ്ടി നമുക്കും നമ്മുടെ പ്രാർത്ഥന തുടരാം. നമുക്ക് വിശുദ്ധ കാർലോ അക്യൂട്ടസിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതലമുറ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ വിശുദ്ധൻ്റെ കാർലോ അക്യൂട്ടസിൻ്റെ മാധ്യസ്ഥം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ആമേൻ.